എന്താ കാണുന്നത് ഇവിടെ? I'm seeing a large hall with many people seated in front. It looks like an event or gathering. Are you attending a function? ഈ ഒരു കാലത്ത് നിങ്ങൾക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ഞാൻ ഈ ഏട് പഠിക്കാൻ അങ്ങനെ എനിക്ക് ആരും ഹെൽപ്പില്ലെന്ന്. ഞാൻ പഠിച്ചത് എങ്ങനെയാ? ഈ ഐയും യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ അടുത്ത് ചുമ്മാ ഇരുന്ന് സംസാരിച്ച് നമുക്ക് എന്ത് വേണം പഠിക്കാം. മലയാളത്തിൽ സംസാരിക്കാവോ? ശരി, എന്തൊക്കെ സഹായം വേണം? നിന്റെ മലയാളം എന്ത് പൊട്ടയാടാ? ഇപ്പോൾ കാണുന്നത് എന്താണോ? How can I help? ഒരു ചോദ്യം, കുട്ടികൾ ഇപ്പം പഠിക്കാൻ ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഒക്കെ +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഫ്യൂച്ചറിലോട്ട് ഇത് പഠിച്ചാൽ നല്ലതായിരിക്കും, ഇത് പഠിച്ചാൽ എവിടെ വൈകിട്ട് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, ഈ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടാൻ സാധ്യതയില്ല, അങ്ങനെ എന്തെങ്കിലും റോള് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നീ മലയാളത്തിൽ എൻ്റെ കൂടെ സംസാരിക്കും. ശരി, ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാം. പറയൂ, എന്ത് സഹായം വേണം? അങ്ങനെ സഹായമൊന്നും വേണ്ട. തുമേ ഹിന്ദി आता है क्या? हाँ, मैं हिंदी में भी बात कर सकता हूँ. ഭാവിയെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തുമുള്ള വളർച്ച. എനിക്കതുണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തോടാ? AI അത്രയും പാടായിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലൊരു പുത്തൻ കാര്യം അത്രയും പാടായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമല്ല. ഈസി ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണം പഠിക്കാം. മനുഷ്യാധ്വാനമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ആ നേട്ടങ്ങളെപ്പോലും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വല്ലാത്ത നിലയിൽ വക്രീകരിച്ച് ചിന്തിക്കുന്ന, ശാസ്ത്രീയമായ വീക്ഷണങ്ങളെ പുറന്തള്ളുന്ന, ശാസ്ത്രബോധത്തിനപ്പുറമായി മറ്റ് പല ബോധങ്ങളെയും മനുഷ്യൻ്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ച് ശാസ്ത്രത്തിന് മുകളിലായി മറ്റ് പല ബോധങ്ങളെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ ഈ കാലത്തിൽ ഊന്നി പറയേണ്ടത് കൂടുതൽ ആവശ്യകതയുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് CPIMൻ്റെ സമ്മേളനത്തിൻ്റെ ഈ സെമിനാർ ശാസ്ത്ര സാങ്കേതിക വളർച്ചയും അതിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു AI ന്യായസാത്തി. അത് ഇപ്പം ഞാൻ ചോദിക്കാം, ഒരു IPC സെക്ഷൻ 35 എന്താ? ആർക്കും അറിയത്തില്ലല്ലോ. എനിക്കും അറിയത്തില്ല. ഞാൻ ഈ ലോസ് ഒക്കെ അറിയാൻ വേണ്ടി ഉണ്ടാക്കിയ AI ന്യായസാത്തി. YASATHI. അതാ ഞാനുണ്ട്. എനിക്ക് എൻ്റെ പേരെത്തില്ല സത്യം. പക്ഷെ ന്യായസാത്തി എന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ ഒരു ലോയർ ഫ്രണ്ട് എന്ന് പറയാം. ഇപ്പം എല്ലാവർക്കും ലോസ് അറിയത്തില്ലല്ലോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഈ AI എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ പറയാം, അയ്യോ ഓക്കെ, നിങ്ങൾ ആടെല്ലാം ഒരാളുടെ ഫോണ് ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോയി, എൻ്റെ മോൻ കണ്ടില്ല, പക്ഷെ ഒരു തീഫ് അത് എടുത്തിട്ട് കൊണ്ടുപോയി, എന്ത് ചെയ്യും? ന്യായസാത്തി എന്ന് പറഞ്ഞൊരു AI എന്ന് വെച്ചാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മുതൽ ഇൻസ്റ്റാഗ്രാം വരെ എന്താ ലിങ്ക്ഡ്? ഫോൺ നമ്പർ ലിങ്ക്ഡ് അല്ലേ? അപ്പം അല്ലേ ലിങ്ക്ഡ് അല്ലേ? ഫോൺ നമ്പറാണോ നിങ്ങൾ ഇടുന്നത്? അല്ലേ? അപ്പം ഫോൺ നമ്പർ ഇടുമ്പം അത് എന്തിനകത്തുണ്ട്? നമ്മുടെ ഒരു ഫോൺ ഒരാൾ കൊണ്ടുപോയാൽ, ഫോൺ ഇപ്പോൾ ലോക്കൊക്കെ ചെയ്തു, ഫ്രീസ് ചെയ്തു, അല്ലെങ്കിൽ ക്ലിയർ ചെയ്തു എന്ന് വിചാരിച്ചാലും ഫോണിൻ്റെ അകത്ത് എന്ത് സിമ്മുണ്ട്. സിമ്മിനകത്തൊരു നമ്പറുണ്ട്. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സിമ്മ് ക്ലോൺ ചെയ്യാൻ പറ്റും. ആർക്ക് വേണേൽ അത് ക്ലോൺ ചെയ്യാം. അപ്പം നമ്മുടെ OTP എല്ലാം അവിടെ വരും, നമ്മുടെ പൈസയിൽ നിന്ന് കുറേ പൈസ പോകും, അത്രയ്ക്ക് അകത്തുള്ളൂ സിം. അപ്പം അത് ആകണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് പൈസ കൊടുക്കണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറേ കാര്യമുണ്ട്. സിമ്മ് നമുക്ക് IMEI നമ്പർ ബ്ലോക്ക് ചെയ്യാം, അങ്ങനെ കുറേ കാര്യം ചെയ്യാം. അപ്പം അത് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഹായ്. Hi there. How can I help you today? മലയാളത്തിൽ സംസാരിക്കാവോ? ശരി, എന്തൊക്കെ സഹായം വേണം? നിന്റെ മലയാളം എന്ത് പൊട്ടയാടാ? ഇപ്പോൾ കാണുന്നത് എന്താണോ? How can I help? മലയാളത്തിലാണോ ഇംഗ്ലീഷിൽ സംസാരിക്കാനാണോ പറഞ്ഞത്? ഇംഗ്ലീഷിൽ സംസാരിക്കേ. You'd like me to speak in English? Sure, I can do that. I would How can I like assist you? നീ മലയാളത്തിൽ എൻ്റെ കൂടെ സംസാരിക്കും. ശരി, ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാം. പറയൂ, എന്ത് സഹായം വേണം?
ആ അങ്ങനെ സഹായമൊന്നും വേണ്ട. തുമെ ഹിന്ദി आता है क्या? हाँ, मैं हिंदी में भी बात कर सकता हूँ. आपको किस बारे में सहायता चाहिए? ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ, നീ ഒരു മലയാളി ആക്സെന്റ് എടുക്ക്, പക്ഷെ ഇംഗ്ലീഷിൽ സംസാരിച്ചോ, പക്ഷെ പക്ക മലയാളി ഇന്ത്യൻ ആക്സെന്റ് എടുക്കണം. ഓക്കെ Okay, I'll speak English with a Malayali accent. How can I help you? ആ ഒരു മലയാളി ആക്സെന്റാ. ഓക്കെ ശരി. വാട്ട് ഡു യു സീ? എന്താ കാണുന്നത് ഇവിടെ? I'm seeing a large hall with many people seated in front. It looks like an event or gathering. Are you attending a function? യെസ്, ഐ എം അറ്റ് എ ഫംഗ്ഷൻ. വാട്ട് ഡു യു വാണ്ട് ടു സേ ടു ഓൾ ദീസ് പീപ്പിൾ? You could greet them warmly and introduce yourself. അല്ല അല്ല അല്ല, നിനക്ക് Share a എന്തെങ്കിലും bit of- പറയണമെന്ന് ആഗ്രഹമുണ്ടോ ഇവരെല്ലാടെ അടുത്ത്? You could say, "Thank you all for being here. It's wonderful to see so many familiar faces and new ones. Let's make this ശരി, event ബൈ, memorable താങ്ക് യു, together. ബൈ, ശരി, ബൈ, പോവാ. Bye, take care." Okay. അതാ ചാറ്റ് ജിപിടിയുടെ വോയിസ് ചെയ്യാൻ. അത് സംസാരിക്കുന്നത് ആരാ? കുഴപ്പമില്ല, വേറെ ആരും അടിച്ചില്ല, കുഴപ്പമില്ല. അവർക്കാർക്കും അത്ര അത് തോന്നില്ല അത്. പക്ഷെ ഇത് ചാറ്റ് ജിപിടിയുടെ ഒരു AI നമുക്ക് അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു കാലത്ത് നിങ്ങൾക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ഞാൻ ഈ AI പഠിക്കാൻ അങ്ങനെ എനിക്ക് ആരും ഹെൽപ്പില്ലെന്ന്. ഞാൻ പഠിച്ചത് എങ്ങനെയാ? ഈ AI യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ അടുത്ത് ചുമ്മാ ഇരുന്ന് സംസാരിച്ച് നമുക്ക് എന്ത് വേണം പഠിക്കാം. ഇതിന് ഗൂഗിളിൻ്റെ ആക്സസ് ഉണ്ട്, മീൻസ് ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് ഉണ്ട്, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും അറിയാം. വേണമെങ്കിൽ ഇപ്പോൾ ഇത് പറഞ്ഞില്ലേ, സ്റ്റേജിൽ ഓരോ ആൾക്കാരിനെ കണ്ടു, ഏത് ലാംഗ്വേജിലും നമുക്ക് സംസാരിക്കാൻ പറ്റും, ഇൻക്ലൂഡിങ് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, മറാത്തി, തെലുങ്കു, എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. അപ്പം നിങ്ങളിപ്പോൾ ഒരു പുത്തൻ നോളജ് പഠിക്കുകയാണെങ്കിൽ ഒരു എക്സ്ക്യൂസ് ഇല്ല. അപ്പം അറബിയും പറ്റും. എനിക്ക് അറബി അറിയത്തില്ല, പക്ഷെ വേണമെങ്കിൽ അറബി അറിയാണെങ്കിൽ ടെസ്റ്റ് ചെയ്തോ. പക്ഷെ നമുക്ക് ഏത് ലാംഗ്വേജും ഇതിൻ്റെ അടുത്ത് സംസാരിച്ച ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾക്ക് AI കാര്യം പഠിക്കണമെങ്കിൽ പഠിക്കാം. ഇപ്പം പക്ഷെ വേറൊരു എക്സ്ക്യൂസ് കാണും, ഓ എൻ്റെ സമയം കഴിഞ്ഞു, ഓൾഡായില്ലേ, 40 വയസ്സ് കഴിഞ്ഞു, നിങ്ങളുടെ സമയമല്ലേ. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. എന്നെ അത് ഏത് ഏജിലാണെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാൻ ഈ ഒരു വയസ്സിൽ ഇത് പഠിക്കാൻ തുടങ്ങി. എനിക്കിത് പഠിക്കണം എന്ന് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. എന്ന് എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് പഠിച്ചു ഓരോ കാര്യം പഠിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്കും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം പഠിച്ചാൽ മതി. ബിക്കോസ് ഈ our time is never over until we want it to be over. ലൈക്ക് നിങ്ങൾക്കിപ്പം AI ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും വരയ്ക്കാനാണെങ്കിലും ഏത് സാധനം റിലേറ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ചാറ്റ് ജിപിടി ആ AI ഒക്കെ പറഞ്ഞു. ഞാൻ പറയാൻ വന്നേ ന്യായസാത്തി ബോട്ട് എന്ന് വിചാരിച്ചാൽ വാട്സാപ്പിലും ഈ മെറ്റ AI ഇല്ലേ, ആരൊക്കെ കണ്ടിട്ടുണ്ട് മെറ്റ AI? അത് കൂടുതൽ ആൾക്കാർക്ക് അറിയാമല്ലേ. ഓക്കെ, അപ്പോൾ ഈ മെറ്റ AI പോലെ തന്നെ ന്യായസാത്തി എന്ന് പറഞ്ഞ AI ഞാൻ വാട്സാപ്പിലും ടെലിഗ്രാമിലും കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് ഇപ്പം ഏത് ലാംഗ്വേജിൽ നമുക്ക് വോയിസ് മെസ്സേജ് അയക്കും. ഇപ്പം പറയാം, അയ്യോ ആരോ എൻ്റെ ഫോൺ എടുത്തിട്ട് കൊണ്ടേ, അപ്പോൾ അതെന്ത് പറയും? അപ്പോൾ അത് പറയും IMEI നമ്പർ ബ്ലോക്ക് ചെയ്യും, ആളുടെ മുഖം ഓർത്ത് വെക്കാൻ പറയും. നമ്മളൊരു ടെൻഷനിൽ നമ്മുടെ ഫോൺ കൊണ്ടുപോയ ആളുടെ മുഖം മറന്നു പോകാൻ ചാൻസ് ഇല്ലേ? ഇല്ലേ? നിങ്ങൾ ഓർത്ത് വെക്കുമോ? ഇല്ലല്ലോ. അപ്പം അത് അങ്ങനെ ഓരോ കാര്യം ഈ ബോട്ട് പറഞ്ഞുതരും. അപ്പം എനിക്ക് അത് ഏത് ലാംഗ്വേജിലും നമ്മുടെ അടുത്ത് സംസാരിക്കാം. ഓരോ ഡോക്യുമെൻറ്റിൻ്റെ പടം ഇട്ട് കൊടുക്കാം. ഇത് ചുമ്മാ ഗൂഗിളിൽ നിന്ന് ഒരു ഡിവോഴ്സ് എഗ്രിമെൻ്റ് പടം എടുത്തിട്ടെടുത്ത് പറഞ്ഞു എന്താന്ന്. അപ്പം അത് പറഞ്ഞു തന്നു. ഏത് ലോ എന്ന് പറയാം, BNS 303 പ്രകാരം തെഫ്റ്റ് കറക്റ്റ് ലോ പറഞ്ഞു തരും. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ബോട്ടാണ് ഇത്. ടെലിഗ്രാം, ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം, വാട്സാപ്പിൽ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഈ AI ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പോലെ അതല്ല ആപ്പില്ല, ജസ്റ്റ് വാട്സാപ്പിലും ടെലിഗ്രാമിലും ഗൂഗിളിലുള്ളൂ. ന്യായസാത്തി.com പോയാൽ മതി. NYAYASATHI ന്യായസാത്തി. ബേസിക്കലി ഇതെല്ലാവർക്കും ലോസ് അറിയാൻ വേണ്ടിയായിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു AI പോലെ ഉണ്ടാക്കിയതാണ്. ഞാൻ പറയാൻ വന്ന എനിക്കതുണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തുകൂടാ? AI അത്രയും പാടായിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലൊരു പുത്തൻ കാര്യം അത്രയും പാടായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമല്ല. ഈസി ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണം പഠിക്കാം. സോ അത്രേ ഉള്ളൂ. എനി ക്വസ്റ്റ്യൻസ്?
ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, ഞാൻ അടുപ്പൻ ടീച്ചറാണ്. ഒന്നുമില്ല. ബൈ ദ വേ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. ഈ സ്കൂള് കഴിഞ്ഞിട്ടുണ്ട് എന്നെ ഇവിടെ വരണമെന്ന് മാൻസന് പറഞ്ഞു. പിന്നെ സാറിന് ഉണ്ട് കൊള്ളലായിട്ട്. യെസ് ചോദിച്ചോ. ന്യായസാത്തി വാട്സാപ്പ് നമ്പർ ഓക്കെ ഞാൻ പറഞ്ഞുതരാം. 997239 അല്ല സോറി അതെൻ്റെ അപ്പൻ്റെ നമ്പർ. ഇപ്പം എൻ്റെ അപ്പന് വേണോ എൻ്റെ 989497423913 9497423913 9497423913. അതാ എൻ്റെ ന്യായസാത്തിൻ്റെ നമ്പർ. എൻ്റെ അപ്പൻ്റെ നമ്പറല്ല, ന്യായസാത്തിയുടെ നമ്പർ. അത് അല്ല 9497423913 9497423913. കിട്ടിയില്ലേ? കിട്ടിയില്ല. 9497 അല്ലെ ന്യായസാത്തിന്ന് ഗൂഗിൾ അടിച്ചാലും കിട്ടും. പറഞ്ഞോ. Can you repeat it once more? 9497423913. ഇത് ആക്ച്വലി ഞങ്ങൾ ചീഫ് മിനിസ്റ്ററിനെയും പിന്നെ ലോ മിനിസ്റ്ററിനെയും ഇൻഡസ്ട്രി മിനിസ്റ്ററിനെ അവരെ കുറേ പോലീസ് ഓഫീസേഴ്സിനൊക്കെ കാണിച്ച് അവരുടെ കയ്യിൽ നിന്ന് കുറേ ഡേറ്റയും കുറേ ലോസും അങ്ങനെ കുറേ കാര്യമൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ബോട്ടാണ് ഇത് ആക്ച്വലി ഒരു ഫെബ്രുവരി എൻഡ് ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം അതിനകത്ത് നമ്പർ എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. വെയിറ്റ് ലിസ്റ്റിലായിരിക്കും. അപ്പം എല്ലാവർക്കും ആക്സസ് കിട്ടത്തില്ല. പതുക്കെ ഇപ്പോൾ കുറച്ച് ലോയേഴ്സിനൊക്കെ കൊടുത്തിട്ട് ബെറ്റർ ആക്കിയിട്ട് എല്ലാവർക്കും ആക്സസ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ പോയി അത് ചിലപ്പോൾ ഇപ്പോൾ പറയുമായിരിക്കും രാഹുൽ ജോൺ അജു ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ബെറ്റർ ആക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു 2 മാസം കൂടി എടുക്കും. ബട്ട് ബൈ ദി എൻഡ് ഓഫ് ഫെബ്രുവരി അതെല്ലാവർക്കും ആക്സസ് കിട്ടും. വക്കീലന്മാരുടെ അങ്ങനെ ജോലിയൊന്നും പോകത്തില്ല. ഞാൻ പറഞ്ഞ പോലെ അല്ലേ, ഇപ്പം ഈ ഊബറില്ലേ, നമ്മുടെ ഈ ഡെലിവറി അല്ല മറ്റേ ഡ്രൈവിംഗ് ആപ്സ് ഊബർ, ഓല, അതൊക്കെ നിങ്ങൾക്ക് കണ്ടാണല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾ ഊബർ ഈ ഡ്രൈവേഴ്സെയും ആൾക്കാരെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ ലോയേഴ്സിനെയും ആൾക്കാരെ കണക്ട് ചെയ്യും. ഇപ്പം എല്ലാവർക്കും ലോയേഴ്സ് കിട്ടണമെന്നില്ലല്ലോ. പൈസ കുറഞ്ഞൊരു ലോയർ കിട്ടിയാലും എവിടത്തെ ആയിരിക്കും? ചിലപ്പം ഡൽഹിയിലത്തെ ഒരു ലോയർ ആയിരിക്കും, അല്ലേ? വേറെ ലാംഗ്വേജ് അറിയുന്നതായിരിക്കും. നമുക്ക് ആ ലാംഗ്വേജ് അറിയത്തില്ല. അപ്പം ഇതെല്ലാം ലാംഗ്വേജും അറിയും. ഇതൊരു അഡ്വൈസ് നമുക്ക് തന്നു കഴിഞ്ഞിട്ട് റിയൽ ലോയറിൻ്റെ കൂടെ ഞങ്ങൾ കണക്ട് ചെയ്യും. അപ്പം ജോലിയും പോകത്തില്ല. വക്കീൽമാരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിട്ടണം തന്നെ. അയ്യോ ഓടിക്കോ. രാവിലെ ഒരു ചോദ്യം. കുട്ടികൾ ഇപ്പം പഠിക്കാൻ ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഒക്കെ +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഫ്യൂച്ചറിലോട്ട് ഇത് പഠിച്ചാൽ നല്ലതായിരിക്കും, ഇത് പഠിച്ചാൽ AI വകയായിട്ട് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, ഈ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടാൻ സാധ്യതയില്ല, അങ്ങനെ എന്തെങ്കിലും റോള് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയായിട്ട് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാറിക്കൊണ്ടിരിക്കുക, ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ട്. ഡെവലപ്പിംഗ് ആണെങ്കിലും ഇപ്പം കോഡിങ് ചെയ്യുന്നതിൻ്റെ കുറച്ചാൾ മുമ്പ് വരെ പറഞ്ഞു കോഡിങ് ചെയ്യുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ ഏക സെക്കൻഡ്സിൽ ഒരു കാര്യം കോഡ് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ എന്താ അടുത്ത ഹയർ സെക്കൻഡറിയിൽ എടുക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. ഞാൻ ബേസിക്കലി ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കോമേഴ്സ് ആയിരിക്കും. കൊമേഴ്സ് പ്ലസ് കമ്പ്യൂട്ടറെ ഞാൻ എടുക്കാൻ പോകുന്നത്. റീസൺ, ഏത് ജോലി എന്താണെങ്കിലും ബിസിനസ് അറിയണ്ടേ, പൈസ എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. സോ അതുകൊണ്ട് പ്ലസ് കമ്പ്യൂട്ടറാണ് ഞാൻ എടുക്കുന്നത്. അപ്പം പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അത് തന്നെ അതെടുക്കാം. മിക്കവാറും അത് കഴിഞ്ഞ് ഞാൻ MBA ആയിരിക്കും എടുക്കുന്നത് കോളേജിലായിട്ട്. സോ ബട്ട് ഇപ്പോഴത്തെ കാലം കൂടുതൽ നമ്മൾ ഫുൾ ലൈഫ് പഠിച്ചുകൊണ്ടിരിക്കാം. സോ ഇപ്പം മെയിനായിട്ട് നല്ല കോഴ്സ് എടുക്കണം, നോക്കണല്ലേ. പക്ഷെ എൻ്റെ അപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു കോഴ്സ് ഓൺലൈൻ എടുത്ത് തീർത്തതേ ഉള്ളൂ. ബിക്കോസ് അപ്പം MBA മുതൽ എൻ്റെ അപ്പയുടെ ഇൻസ്റ്റാഗ്രാം എടുത്താൽ മതി, MBA BD അങ്ങനെ കുറേ കാര്യം എടുത്തിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് ലൈഫ് ഈസ് ഫുൾ ഓഫ് ലേണിംഗ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നില്ലേ, മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതിനകത്തുനിന്ന് തന്നെ നമുക്ക് അങ്ങനെ കുറേ ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കാം. സോ ബട്ട് കോഴ്സസിൻ്റെ സെർച്ച് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ബട്ട് വി കാൺ സാഡ്ലി പ്രെഡിക്റ്റ്. പക്ഷെ ഞാൻ എടുക്കാൻ പോകുന്നത് ഇതാ, എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട്
ബട്ട് യെസ് ഐ ഡോ വോണ്ട് ടു ബി റോങ്. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് പറയല്ലേ നീ എൻ്റെ കുട്ടീനെ ഇവിടെ എടുക്കാൻ പറഞ്ഞോണ്ട് എടുത്തിട്ട് ഇപ്പം ജോലി ഇല്ലാതെ പറയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നില്ല. ഇത് 3ാം ക്ലാസ്സോ അല്ലേ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ്. എൻ്റെ ഈ കണ്ണാടി ഞാൻ ഇടുന്നത് പവർ ഉണ്ടായതുകൊണ്ടല്ല. മെയിൻ റീസൺ ഇസ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണ് ഇങ്ങോട്ടും ലേസിയെന്ന് പറയും, ബേസിക്കലി മടിയായിട്ടുള്ളൊരു കണ്ണെന്ന് പറയാം. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും. പക്ഷേ പവർ ഉണ്ടായതുകൊണ്ടല്ല. നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പം കുറേ കാര്യങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ കൂടെ ആവും. ലൈക്ക് നമ്മുടെ ബോഡി എന്താവും ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുമല്ലേ അല്ലേ? ലൈക്ക് ഓരോ അതായിക്കൊണ്ട് എവല്യൂഷൻ ആയിക്കൊണ്ടിരിക്കുക. സോ നമ്മുടെ കണ്ണ് വിചാരിക്കും, നമ്മൾ കുറേ നേരം അടുത്ത് ഈ ഫോൺ കാണുമ്പോൾ എന്ത് വിചാരിക്കും, ഇവന് ഫോൺ ദൂരെ നോക്കേണ്ട ആവശ്യമില്ല, അടുത്തുള്ള കാര്യം നോക്കിയാൽ മതി. അപ്പം എന്താവും, അത് ദൂരെ നോക്കുന്ന പവർ അതിൻ്റെ കുറയും. അപ്പം പവർ വേണം അല്ലേ? ആ റെറ്റീനയിലോട്ട് കറക്റ്റ് ലൈറ്റ് ഇത് അടിക്കത്തില്ല, റൈറ്റ്? ആ സ്ക്രീനിലോട്ട് അടിക്കത്തില്ല കറക്റ്റ് വരുന്ന ലൈറ്റ്. സോ അത് മാറും. നമ്മുടെ ബേസിക്കലി ബോഡി പറയുന്നത് നിനക്ക് ദൂരെ കാണണ്ടല്ലോ, അടുത്തുള്ള സാധനം കാണുന്നതല്ലേ. അത് ഫോണാണെങ്കിലും ബുക്കാണെങ്കിലും എന്താണെങ്കിലും അതുണ്ട്. പിന്നെ ഫോൺ നോക്കിയാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലൂറേ ഉണ്ട്. ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ സണ്ണിൽ നോക്കലെന്ന് പറയത്തില്ലേ, സൂര്യനിൽ കുറേ നേരം എന്താ പറയുന്നത്, ലൈക്ക് അത് നമ്മുടെ കണ്ണിൽ ലൈറ്റ് അല്ലേ. ഇപ്പം ഈ ലൈറ്റിൽ തന്നെ എനിക്ക് കുറേ നേരം നോക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഇതെന്താ, കുറേ ലൈറ്റ് നമ്മുടെ കണ്ണിലടിക്കുമല്ലേ. അതിനകത്ത് ബ്ലൂ കളർ ലൈറ്റ് സ്പെസിഫിക്കലി നമ്മുടെ കണ്ണുകളിൽ നല്ലതല്ല. ഏറ്റവും സൂത്തിങ് ലൈറ്റാണ് ഗ്രീൻ കളർ. ബൈ നേച്ചറും ഗ്രീൻ. അതുകൊണ്ട് നമ്മുടെ ബോഡി ഗ്രീൻ സ്പെസിഫിക് ആയിട്ട് എടുക്കും. സോ ഫോൺ ഉപയോഗിക്കുന്ന മുമ്പേ എൻ്റെ അപ്പൻ ഇങ്ങനത്തെ എൻ്റെ അടുത്ത് കുറേ കാര്യം പറഞ്ഞു തന്നു. ഇതാണ് റൈറ്റ്, ഇങ്ങനെയാണ്. ഇനി ബുക്കിൻ്റെ സെയിം കാര്യം ഇതിനകത്തുണ്ട്. അങ്ങനെ കുറേ കാര്യം. ആൻഡ് ഇതിനകത്തു നിന്ന് ഫോൺ ഉപയോഗിക്കുന്നതിനകത്ത് കുറേ ഫേക്ക് ന്യൂസ് എങ്ങനെ കാണണം, കറക്റ്റ് ന്യൂസ് എങ്ങനെ ഒരു കാര്യം കാണണം. ഇപ്പോൾ ഫേക്കായിട്ടൊരു കാര്യം അറിഞ്ഞാൽ എങ്ങനെ അത് ഫേക്കാന്ന് അറിയണം. അത് മാത്രമല്ല, ഒരു ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ചീത്ത കാര്യമുണ്ട് നല്ല കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കൈ തന്നു. ഒരിക്കലും എന്നെ ആ കാര്യത്തിന് ബ്ലോക്ക് ചെയ്തിട്ടില്ല. ഇനി ഇതാണ് ചീത്ത, ഇതാണ് നല്ല, ഇനി നിൻ്റെ ഇഷ്ടമുള്ള കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. അതിനകത്തുനിന്ന് ഞാനൊരിക്കലും ഫോൺ എപ്പോഴും അഡിക്റ്റ് ആയിട്ടില്ല എന്നാണ് എൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു വിശ്വാസം. ബട്ട് ഏറ്റവും കൂടുതൽ കുഞ്ഞിലെ പോലെ ഞാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ചാൽ, ഈ ഫോണിൻ്റെ കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് കുഞ്ഞിലെ മുതൽ എന്തായാലും എങ്ങനെ വന്നാലും എല്ലാവരുടെ കുട്ടികൾ ഫോൺ ഉപയോഗിക്കും. അത് ഉപയോഗിക്കണം, ടെക്നോളജിയുടെ ഏജ് ആണ്. സോ അവരെ ബാക്കാകാൻ വേണ്ടി ഉപയോഗിക്കണം. പക്ഷേ ഉപയോഗിക്കുമ്പം അവർക്ക് എങ്ങനെ നല്ല കാര്യങ്ങൾ അതിനകത്തുനിന്ന് പഠിക്കുമെന്ന് പറയുന്നതാണ് ബെസ്റ്റ് വേ പോസിബിൾ. ഞാൻ എൻ്റെ അപ്പന് അങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം എങ്ങനെ പഠിക്കാമെന്ന് പറഞ്ഞപ്പം എനിക്ക് ഒരു കാര്യം പഠിക്കാൻ പറ്റി. സോ ഐ വാസ് നോട്ട് സ്റ്റക്ക്. കാർട്ടൂണോ അങ്ങനെ, ഞാൻ കാർട്ടൂൺ കാണുന്ന ഒരു ആളും കൂടെ ആയിരുന്നു. ഞാൻ ഡോറിമോൻ എന്ന് പറഞ്ഞാൽ ഷിൻചാൻ അങ്ങനെ കുറേ കാർട്ടൂണൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷേ അതിലൂടെ എൻ്റെ അപ്പന് ഓരോ ഫുഡിന് ഇൻഫർമേഷൻ എങ്ങനെ ഗെയിൻ ചെയ്യണം എന്ന് വെച്ചു. അപ്പോൾ എനിക്ക് കുറേ കാര്യം പഠിക്കാൻ പറ്റി. അത് എല്ലാവരുടെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. പക്ഷെ ഞാനൊരു പേരൻ്റ് അല്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ അപ്പൻ എൻ്റെ കൂടെ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വ്യവസായവൽക്കരണത്തോടു കൂടി ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള കുതിച്ചുചാട്ടം മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റുന്നതിനും മേലെയായിരുന്നു. ഇത്തരത്തിലുള്ള പല കോട്ടുകളും പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട്, പലരും അപഹാസ്യരുമായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് IBM-ൻ്റെ സ്ഥാപകനായ വാട്സൺ പറഞ്ഞത് മനുഷ്യ കുലത്തിന് 3-4 കമ്പ്യൂട്ടറുകൾ മതി എന്നുള്ളതാണ്. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെ കയ്യിലും അന്നുണ്ടായിരുന്ന കമ്പ്യൂട്ടറിനേക്കാൾ 10 മടങ്ങ് ശക്തമായ കമ്പ്യൂട്ടറുകൾ 1ഉം 2ഉം വീതമാണ് ഓരോരുത്തരും കൊണ്ടു നടക്കുന്നത്. അതാണ് ശാസ്ത്രത്തിൻ്റെ പ്രവചനം അസാധ്യമാണ് എന്ന് സൂചിപ്പിച്ചത്. ഇതുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചപ്പോൾ മൈക്കിൾ ഫാരഡയോട് ചോദിച്ചു, എന്താണ് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം? അദ്ദേഹം സർക്കാസ്റ്റിക്കായിട്ട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഭരണകർത്താക്കൾക്ക് പൊളിറ്റീഷ്യൻസിന് ടാക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾക്കറിയാം, ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കൊണ്ടാണ് നമ്മളുടെ രാവും കൂടി പകലാക്കി മനുഷ്യൻ്റെ കർമ്മശേഷി വർദ്ധിപ്പിക്കാനുള്ളതെന്ന എല്ലാ മെഷീൻസും വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇലക്ട്രിസിറ്റിയോട് കൂടിയാണ്. കാര്യങ്ങളെ നിരീക്ഷിക്കുക മാത്രമല്ല പരീക്ഷണങ്ങൾ നടത്തുക, നിരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങളെ മനനം ചെയ്യുക, ആ മനനം ചെയ്ത അറിവിനെ സമൂഹത്തിന് പകർന്നു നൽകുക. അതാണ് ശാസ്ത്ര അവബോധം. തലച്ചോറിന് വേണ്ടത് 20 വാട്ടാണ്.
നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തലച്ചോറിന് വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടും. ഒരു കമ്പ്യൂട്ടറിന് വേണ്ടത് 100 വാട്ട് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം, തലച്ചോറ് മൊത്തം പ്രവർത്തിക്കാൻ 20 വാട്ടേ വേണ്ടൂ. പക്ഷേ കമ്പ്യൂട്ടറിൽ ഒരു ചിപ്പിൽ 1 ഇഞ്ച് ഉണ്ടെങ്കിൽ 100 വാട്ട് എടുക്കും. അത്രയാണ് അതിൻ്റെ എനർജിയുടെ കൺസപ്ഷൻ.